അല്ല കുഞ്ഞാപ്പോ ഇജിപ്പോ എന്താ അകത്തടിച്ചു വരുന്ന ജോലി വെച്ചാ ഇവിടെ അടിക്കണ്? വർത്തനം കേൾക്കണ അപ്പുറത്താ? അതെ അത് ശരിയാ. ഇതൊക്കെ കണ്ടിട്ടൊക്കെ തള്ളി പറയേണ്ട ആവശ്യമില്ല. മരിയോട് വയ്യാത്ത സാധനം മരിയോളൊക്കെ ഞാൻ മയക്കിട്ടു. ഞാൻ അവളോട് പറഞ്ഞു, മരിയോളോട് പറഞ്ഞു, എടി വിള എനിക്ക് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇച്ചിരി ഇവിടെ നിർത്തേണ്ട പെണ്ണല്ല, അന്നൊക്കെ നല്ല ഒഡീസന്മാര് കല്യാണം കഴിക്കണം. അങ്ങനെ പറഞ്ഞപ്പോ ആ പണി സന്തോഷമായിരുന്നു. അപ്പൊ ആ പണി എന്നോട് പറഞ്ഞു, മരിയോള് പറഞ്ഞു എന്നോട്, ഞാനതിന് ഇവിടെ ചെക്കനായിട്ട് പ്രേമയെന്ന്. അപ്പൊ ഇക്കാക്കാനെ ഓർത്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത് അല്ലാണ്ട് ഇടയിൽ ഞാനും നിൽക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എന്തായാലും ഇവിടെ അടിച്ചു വരുന്നുണ്ട്, ചൂടുണ്ടാവിച്ചപ്പോ കുഞ്ഞാപ്പോ അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്നെ കണ്ടാണ്ട് വന്നത്. അപ്പൊ ഈ ചൂടെടുത്താന്നിട്ട് എന്നോട് പറഞ്ഞേ, ഇതിട്ട് അടിച്ചട കുഞ്ഞാപ്പോ മറ്റേ ചൂടിട്ട് ഇങ്ങനെ കുമ്പിടണ്ടേ ഒരു കാണേണ്ടത് ഇത് അകത്തടിക്കണ ചൂലാണ് കുഞ്ഞാപ്പോ. അത് നല്ല ഗ്ലാമർ ഉണ്ട് പറഞ്ഞ കാരണാവും. ഗ്ലാമറല്ല, സുന്ദരി എന്ന് പറഞ്ഞ കാരണാവും. ഇപ്പൊ കുറച്ച് നേരത്തെ ജ്യൂസ് തന്നു. പറയാ ഒരാൾക്കൊരു തുള്ളി കളക്കാത്ത കൊടുക്കൂലത്ര പെണ്ണില്ല, വെള്ളമൊന്നും കൊടുക്കൂലത്ര. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, കുഞ്ഞാപ്പോ ഇന്നപ്പോ ജ്യൂസ് കുടിച്ചോ, ഇനി കുറച്ച് ചായ തരാന്ന് കേട്ടാ. അപ്പൊ ഒന്നുകൂടി ഒന്ന് പൊക്കിയാ മതി. ഞാൻ പറഞ്ഞു, ചായ ഒന്നും വേണ്ട, ഇനി എന്റെ ആ കജ്ജിമൊന്നും ആക്കണ്ട, കജ്ജി പൊള്ളിക്കണ്ട എന്തേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് സാരില്ലേ കുഞ്ഞാപ്പോ എനിക്കല്ലേ, ഞാൻ ചായ കൊണ്ടുവന്നിട്ടാ. സുന്ദരിന്റെ ഗുണാണ് കണ്ടത്. പറഞ്ഞു, എങ്ങനെ എനിക്കാ നാളെ ഇവിടെ കിട്ടിയത്, ഈ തള്ളേന്റെ അടുത്ത് എങ്ങനെയാണ് ഇത് നിക്കുന്നത് ചോദിക്കാം. അപ്പൊ പറഞ്ഞു കൊറേ പറഞ്ഞു, കുഞ്ഞാപ്പോ അതൊന്നും പറയണ്ട, ഞാനായിട്ട് നിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു പറയണ്ട, ഇനിയിപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിലേ ഉള്ള പണി പോവും. ഉള്ള പണി ഉമ്മാക്കുള്ള പണിയാണ്. ഉമ്മാക്ക് കൊരയല്ലേ, കൊര പിടിച്ചിരിക്കുന്നത് വീട്ടിൽ തന്നെ. ഇപ്പൊ എന്താ നിപ്പ വരുന്നുണ്ട്, വളാഞ്ചേരി അവിടെ എത്തിക്കണം. കൊറേ ശ്രദ്ധിക്കണം, നല്ലാണ് കുഞ്ഞാപ്പോ. അപ്പൊ ഉമ്മാക്ക് കൊരയാണ്, കൊരയപ്പോ ഞാൻ കൊരയും പണിയാന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഞാനെന്ത് വിളിക്കണ്ട, കുഞ്ഞാപ്പ എനിക്കുണ്ടോ ചെയ്യാറുണ്ട്. അപ്പൊ പറഞ്ഞു എന്താ നിപ്പ കുപ്പൊക്കെ ഉണ്ട്, അത് കാരണം എന്താന്ന് പറയാൻ പറ്റൂല. അതാ അവിടെയാണ് ഓലിക്ക, അവിടെ ആളുണ്ടല്ലേ. അവിടെ ആരെ ഫോണൊക്കെ വിളിക്കില്ലല്ലോ. അത് അങ്ങോട്ട് പോകണ്ട, എന്നെ കണ്ടിട്ടുണ്ടാവില്ല. മറ്റേ ഞാൻ എന്റെ പണി കല്ലത്തൊക്കെ വിചാരിക്കും. ഇതെന്താ അല്ല മറിച്ച് അല്ല എന്തെങ്കിലും തിന്നാൻ കിട്ടി ഇവിടുന്ന്. ജ്യൂസ് ചോറൊന്നും തന്നില്ല. ചായ തരാറുണ്ട്, അത് കഴിഞ്ഞിട്ട് ചായ ചോറൊക്കെ ഇട്ടേ പോകുള്ളൂ. ഉമ്മാക്ക് എല്ലാം ഞാൻ ഇപ്പൊ ഉമ്മാനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ലേ, കൊരൊക്കെ ആയിട്ട് ഉമ്മ നാളെ പോകാച്ചിട്ടാണ്. അപ്പൊ ഇന്നത്തെ കൊണ്ടുപോഞ്ഞ് ഇന്ന് പറ്റൂല, രാവിലെ ഉണ്ടാവും ഡോക്ടർ. ഇപ്പൊ പോയിന് കായ് കൊടുക്കണ്ടേ. അത് ശരി, കായ് സൂക്കട് ഗവൺമെന്റിന്റെ അല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞാപ്പോ. സൂക്കട് വന്നാ മാറ്റം നോക്കില്ലേ ചെയ്യണ്ട്. അപ്പൊ കായ് നോക്കണേ. പിന്നെ അതൊക്കെ പോട്ടെ. പിന്നെ ഉമ്മക്ക് അവിടെ കുടിക്കാനോ കഞ്ഞി എന്തെങ്കിലുണ്ടാ? കട്ടാക്കി കൂടെ, അല്ലെങ്കിൽ പെണ്ണിനെ ഫോട്ടോ എടുത്തൂടെ? മെയിൻ ചെയ്യണ്ട. അല്ല ഞാൻ പറയില്ല, പറഞ്ഞ ചൂടാവും, അല്ലെങ്കിൽ പത്രക്കാളിയാണ് അമ്മ പറയണം. അതല്ല പെണ്ണ് എപ്പോഴും എന്നോട് പറയും, അല്ലെങ്കിൽ ആ ചെക്കനിക്ക് ഇത്രയും കാത്തി പെണ്ണിനെ കിട്ടേണ്ടത് ഇതാണ് എന്നോട് പറയാ. അതൊന്നും ഉണ്ടായിരുന്നില്ല. ആ പെണ്ണിന്റെ പാപ്പ ചക്കട നടക്കുന്നുണ്ട്, ചക്കന്റെ ഇല വെട്ടാൻ ഇപ്പൊ വലിയ പണക്കാത്തി ആയപ്പോ എന്റെ ഉമ്മ ചോദിച്ചു, ഇജ്ജ് മഹമ്മദിന്റെ മോളെന്റെ ഇല വെട്ടാൻ പോണേ, രാവിന്റെ ഇല വെട്ടണം. അതിന്റെ ശേഷം ഉമ്മാനെ കണ്ണെടുത്താൻ ആൾക്കാരെ ഇടയെന്നാ ചോദിച്ചത്. അപ്പൊ എന്റെ ഉമ്മാനോട് എന്താ വിവത്താത്ത നിങ്ങൾ ഇല്ലാത്ത പറഞ്ഞത്, ഞങ്ങൾ ആദ്യം മുതലേ പണക്കാരാണ്. അതിന്റെ ശേഷം ഉമ്മ അറിയുന്നോട് ഒന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ തന്നെ അറിയാതെ ചോദിച്ചു പോയി. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നിങ്ങൾ വേറെ ഒന്നുമില്ലല്ലോ. വരുന്നില്ലേ? ഈ പണി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് ചോറും വെച്ചിട്ട് പോവോ?
അല്ലെങ്കിൽ ചോറും ഉണ്ടോ? ഈ ചോറില്ലാതെ ചോറൊക്കെ വെച്ചിട്ട് ഞാൻ പോകൂലടാ. കുറച്ച് പാത്രങ്ങൾ മോറാനുണ്ട്. പാത്രം മോറണ്ട? ഇനിയിപ്പോ 2-4 ദിവസം ഇജ്ജന്നാവും ഇവിടെ അല്ലേ? അമ്മാന്റെ പനിയൊക്കെ മാറണല്ലേ, ഈ പണിയൊക്കെ ചെയ്യണം. അല്ലെ ഞാൻ വേറെ ആർക്കും ചോദിക്കണ്ട എത്ര ഇവിടെ പനി ഉണ്ടാകും. 10,000 തന്നിട്ടൊന്നും അല്ലാന്നറിയാം. ഉമ്മ 10,000 തന്നിട്ടല്ലേ, കച്ച അത്രാണ്ട് നീളൊന്നും ഇല്ല. ഞാനിപ്പോ ഒരു പണിയായില്ല. അതെ അതെ, ഒരു പണിയായില്ലേ പേരിന് പറയാന്. പിന്നെ ബാക്കിയൊക്കെ തരുമോ? വാക്യം കിട്ടും. രാത്രിക്കൊന്നും വെക്കണ്ടല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ഉമ്മ സഹിച്ചിരിക്കണം. ഞാന് വേറെ നിലത്തിനെങ്കിൽ എന്റെ ഉമ്മ ഈ പണിക്കില്ല. എനിക്ക് പണീന്റെ പാടെന്താന്ന് മനസ്സിലായില്ലേ? പിന്നെ ഞാനിപ്പോ അധികം നിൽക്കണം. ഞാൻ ഇങ്ങോട്ട് പോട്ടെ. ഇല്ല, എന്നെ വിളിക്കണതാ.